ഹലോ എല്ലാവർക്കും. ഈ വീഡിയോയിൽ നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റ്ബോട്ടിൽ പേയ്മെന്റ് ഗേറ്റ്വേ മോഡ്യൂൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിശദീകരിക്കും. ഈ ഫീച്ചറുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചാറ്റ്ബോട്ട് തിരഞ്ഞെടുക്കുന്ന പേയ്മെന്റ് ഗേറ്റ്വേ വഴി പേയ്മെന്റ് ലിങ്ക് സൃഷ്ടിച്ച് ഈ ലിങ്ക് യഥാർത്ഥ സമയത്ത് ചാറ്റ്ബോട്ട് സംഭാഷണത്തിനിടയിൽ ഉപയോക്താക്കൾക്ക് അയക്കാൻ കഴിയും. കൂടാതെ പേയ്മെന്റ് വിജയകരമായോ അല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ചാറ്റ്ബോട്ട് വ്യത്യസ്തമായി പ്രതികരിക്കാനായി നിങ്ങൾക്ക് ക്രമീകരിക്കാനും കഴിയും. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായാണെങ്കിൽ അറച്ച ഉപയോഗിച്ച് എങ്ങനെ ഒരു ചാറ്റ്ബോട്ട് നിർമ്മിക്കാമെന്ന് പഠിക്കാൻ നിങ്ങളുടെ മുൻ വീഡിയോകൾ കാണേണ്ടതാണ്. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിന്തുടരാം. ഇപ്പോൾ ഒരു കൽപ്പിതമായ ഇവന്റിനായി ഒരു ചാറ്റ്ബോട്ട് നിർമ്മിക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ ഈ പ്രത്യേക നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ ഈ ചാറ്റ് മോഡ്യൂൾ പ്രവർത്തനത്തിൽ വരും. അതിനുശേഷം ക്വിക്ക് റിപ്ലൈ മോഡ്യൂൾ ഉപയോഗിച്ച് ഉപയോക്താവിന് ഉടൻ തന്നെ ഒരു സന്ദേശം അയക്കാൻ കഴിയും. പാർട്ടി ക്ലേ ടൗൺ ബുലേവാർഡിൽ നടക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യൂ. ക്ലേ ടൗൺ ബുലേവാർഡിൽ പാർട്ടി നടത്തുന്നതിലൂടെ ഞാൻ കൂടുതൽ ആകർഷകമാക്കാൻ ചില അധികങ്ങൾ ചേർക്കുന്നു. ഞാൻ ഹെഡർ ടൈപ്പ് ഇമേജായി സെറ്റ് ചെയ്യാനും അതിനുശേഷം ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ബുക്ക് ടിക്കറ്റുകൾ പോലുള്ള ബട്ടണുകൾ ചേർക്കാൻ കഴിയും. ഉപയോക്താവ് ബുക്ക് ടിക്കറ്റുകൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എത്ര ടിക്കറ്റുകൾ വേണം എന്ന് ചോദിച്ച് മറ്റൊരു സന്ദേശം അയക്കാൻ കഴിയും. അത് ഇങ്ങനെയായിരിക്കും: എത്ര ടിക്കറ്റുകൾ. അതിനുശേഷം ഉപയോക്താവിൽ നിന്ന് ഒരു സംഖ്യ ഇൻപുട്ട് പ്രതീക്ഷിക്കുന്നു. അതിനാൽ ഞാൻ ഇവിടെ സംഖ്യ ഇൻപുട്ട് ഉപയോഗിക്കാം. ഇത് ക്വാണ്ടിറ്റിയായി ആയിരിക്കും. പിന്നെ ഞാൻ അതിനെ ഒരു വേരിയബിളായി സംരക്ഷിക്കും. അതിനുശേഷം പേയ്മെന്റ് ഗേറ്റ്വേ മോഡ്യൂൾ, അതായത് പേയ്മെന്റ്സ് ലിങ്ക് ഉപയോഗിക്കാം. അതിനാൽ ഉപയോക്താവിൽ നിന്ന് ആവശ്യമായ ക്വാണ്ടിറ്റി ശേഖരിച്ചതിന് ശേഷം ഞാൻ നേരിട്ട് പേയ്മെന്റ് അയച്ച് പേയ്മെന്റ് നടത്താൻ കഴിയും. അതിനാൽ ഞാൻ ഈ എഡ്ജ് ഗ്രൂപ്പ് 3ലേക്ക് കണക്ട് ചെയ്യുകയാണ്. കൺഫിഗറേഷൻ തുടരാൻ മോഡ്യൂളിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത് വിപുലീകരിക്കാം. അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡർ കാണാം. ഡിഫോൾട്ടായി അത് സ്ട്രൈപ്പാണ്, പക്ഷേ വിവിധ പേയ്മെന്റ് ഗേറ്റ്വേകൾ ലഭ്യമാണ്. ഒന്ന് സ്ട്രൈപ്പാണ്. അടുത്തത് ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ പേയ്മെന്റ് ഗേറ്റ്വേയായ ലിസോ പേ ആണ്. പിന്നെ ഇൻസ്റ്റാമാർട്ട്. അതിനുശേഷം ആഗോളമായി അംഗീകരിക്കപ്പെടുന്ന പേപാൽ, ഇന്ത്യക്കായി ഫോറിൻ പേ, പിന്നെ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും ലഭ്യമായ ടാപ്പ് എന്നിവയാണ്. ഇവയാണ് റെഡിമെയ്ഡ് ഗേറ്റ്വേകൾ. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഗേറ്റ്വേകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനായി അഭ്യർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ഡെമോ ചെയ്യുന്നത് സ്ട്രൈപ്പ് ഗേറ്റ്വേ ഉപയോഗിച്ചാണ്. ഇത് പ്രധാന രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. അതിനാൽ ഞാൻ സ്ട്രൈപ്പ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഒരു അക്കൗണ്ട് തിരഞ്ഞെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ 2 അക്കൗണ്ടുകൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പുതിയ അക്കൗണ്ട് കണക്ട് ചെയ്യുകയാണ്. പുതിയ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ കണക്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോപ്പപ്പ് കാണിക്കും. ഇവിടെ ഞാൻ ഒരു പേര് നൽകാം. ഉദാഹരണത്തിന് ഇത് സ്ട്രൈപ്പ് ടെസ്റ്റ് ആണ്. ശരി, പിന്നെ ഞാൻ ഒരു കീ നൽകണം. സീക്രട്ട് കീ ലഭിക്കാൻ നിങ്ങൾക്ക് സ്ട്രൈപ്പ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. അതിനുശേഷം ഡെവലപ്പേഴ്സിലേക്ക് പോകണം. പിന്നെ ആപ്പ് കീകളിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് സീക്രട്ട് കീ കണ്ടെത്താൻ കഴിയും. അവിടെ 2 തരത്തിലുള്ള കീകൾ ഉണ്ട്: പബ്ലിഷബിൾ കീയും സീക്രട്ട് കീയും. ഇവിടെ നാം ഉപയോഗിക്കുന്നത് സീക്രട്ട് കീ ആണ്. സീക്രട്ട് കീ കാണാൻ റിവീൽ ആസ് കീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കോപ്പി ചെയ്യുക. അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ ഡിഫോൾട്ട് കറൻസി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ആപ്പ് തിരഞ്ഞെടുക്കുകയാണ്. അടുത്തതായി നിങ്ങൾക്ക് കോൾബാക്ക് ഓരോ നിർവചിക്കേണ്ടതുണ്ട്. പേയ്മെന്റ് വിജയകരമായി കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്യേണ്ട സ്ഥലം ഇതായിരിക്കും. പേയ്മെന്റ് റദ്ദാക്കിയാൽ റീഡയറക്ട് ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് അതേ കോൾബാക്ക് ആയി നൽകുകയാണ്. പിന്നെ സബ്മിറ്റ് ചെയ്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. ശരി, സ്ട്രാപ്പ് ടെസ്റ്റ്. അടുത്ത ഓപ്ഷൻ പേയ്മെന്റ് ലിങ്ക് മെസ്സേജ് ടൈപ്പാണ്. ഇവിടെ ഓട്ടോ ചാറ്റ് 2 തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നു. ഒന്ന് ടെംപ്ലേറ്റ് മെസ്സേജും മറ്റൊന്ന് ടെക്സ്റ്റ് മെസ്സേജുമാണ്. ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റ് മെസ്സേജ് അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലപ്പോൾ ടെംപ്ലേറ്റ് മെസ്സേജിന് വൈകിയേക്കാം. ചാറ്റ്ബോട്ടിൽ നിന്നുള്ള സാധാരണ സന്ദേശങ്ങളെ അപേക്ഷിച്ച് ടെംപ്ലേറ്റ് മെസ്സേജിന് അധിക വൈകിപ്പ് ഉണ്ടാകും. അതിനാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ടെംപ്ലേറ്റ് മെസ്സേജ് തിരഞ്ഞെടുക്കുകയാണ്. അമൗണ്ട് ഉദാഹരണത്തിന് ടിക്കറ്റിനായി 50 ദിർഹം ആയിരിക്കും. ക്വാണ്ടിറ്റി ഉപയോക്താവിന്റെ ഇൻപുട്ട് അടിസ്ഥാനമാക്കിയാണ്. അതിനാൽ അതാണ് ക്വാണ്ടിറ്റി. കൂടാതെ വേരിയബിൾ തിരഞ്ഞെടുക്കുക, കാരണം ഇത് ഡൈനാമിക് ആയിരിക്കും. ഒരു ഉപയോക്താവ് 5 ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടാൽ അത് 50നൊപ്പം ഗുണിച്ചിരിക്കും. അങ്ങനെ 250 എന്ന മൊത്തം മൂല്യം സ്വയമേവ പിയിലേക്ക് പാസ്സാവുകയും ലിങ്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തതായി നമുക്ക് വീണ്ടും കറൻസി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉൽപ്പന്നത്തിന്റെ പേര് ടിക്കറ്റ് ആണ്. ഇത് നിർബന്ധിതമാണ്. കോൺഫിഗറേഷൻ ഓവർറൈഡ് ചെയ്യാൻ കുറച്ച് അധിക വിവരങ്ങൾ ഉണ്ട്. ഇത് ഐച്ഛികമാണ് വാസ്തവത്തിൽ. എന്നാൽ ഇവിടെ ഞാൻ വിജയത്തിനും റദ്ദാക്കലിനും ഒരേയുള്ള ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ ടൈംഔട്ട് ആണ്, മിനിറ്റുകളിൽ. ഈ സാഹചര്യത്തിൽ ഉപയോക്താവ് 15 മിനിറ്റിനുള്ളിൽ പേയ്മെന്റ് നടത്താത്ത പക്ഷം ടൈംഔട്ട് ബ്ലോക്ക് പ്രവർത്തിക്കുകയും അതിനുശേഷം ചാറ്റ്ബോട്ട് തുടരുകയും ചെയ്യും. അടുത്തത് റഫറൻസ് ഐ ഡി സംരക്ഷിക്കുകയാണ്. അതിനാൽ ഇത് പേയ്മെന്റ് ഗേറ്റ്വേയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റഫറൻസ് ഐ ഡി ആയിരിക്കും. നാം അതിനെ ഒരു വേരിയബിളിൽ സൂക്ഷിച്ച് ആവശ്യമെങ്കിൽ മറ്റിടങ്ങളിൽ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അടുത്തത് ഒരു റിപ്ലൈ മെസ്സേജ് ആണ്. ഉപയോക്താവ് പേയ്മെന്റ് നടത്താതെ ഈ ചാറ്റ്ബോട്ടിലേക്ക് വീണ്ടും സന്ദേശം അയച്ചാൽ ഈ പ്രത്യേക സന്ദേശം ആണ് അത് മറുപടി നൽകുക. അതാണ് എന്നാ. ഇനി നാം ഇവിടെ നിന്ന് ചാറ്റ്ബോട്ട് നിർമ്മിക്കുന്നത് തുടരാം. ഉദാഹരണത്തിന് പേയ്മെന്റ് വിജയകരമായാൽ ഈ ബ്ലോക്ക് ട്രിഗർ ചെയ്യും.
പിന്നെ ഈ എഡ്ജിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിനാൽ ഇവിടെ നിന്ന് മറ്റൊരു സന്ദേശം നമുക്ക് നിർവചിക്കാം, അതായത് പേയ്മെന്റിന് വേണ്ടി നിങ്ങളുടെ ടിക്കറ്റ് ഇമെയിൽ വഴി അയക്കുന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ടിക്കറ്റ് സൃഷ്ടിച്ച് അത് ചാറ്റ്ബോട്ടിലേക്ക് തന്നെ അയക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു ബാക്ക് എൻഡ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ ഡാറ്റ അടിസ്ഥാനമാക്കി ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വെസ്റ്റ് എപി മോഡ്യൂൾ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയും. ചാറ്റ്ബോട്ടിന്റെ സഹായത്തോടെ തന്നെ നാം ടിക്കറ്റ് ഉപയോക്താവിലേക്ക് തിരിച്ചയക്കാനും സാധിക്കും. ഞാൻ ഇപ്പോൾ ഈ ചാറ്റ്ബോട്ട് നിർമ്മിക്കുന്നില്ല, കാരണം ഈ ട്യൂട്ടോറിയലിന്റെ ഉദ്ദേശം ഒരു പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം നിർമ്മിക്കുകയാണ്. അടുത്തതായി, പേയ്മെന്റ് പരാജയപ്പെട്ടാൽ മറ്റൊരു സന്ദേശം അയക്കാനോ അല്ലെങ്കിൽ പേയ്മെന്റ് ഏതെങ്കിലും കാരണത്താൽ പരാജയപ്പെട്ടുവെന്ന് കാണിക്കുന്ന ഈ എഡ്ജിൽ നിന്ന് ചാറ്റ്ബോട്ട് നിർമ്മാണം തുടരാനോ കഴിയും. നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്യണോ? ഈ ഉദ്ദേശത്തിനായി നിങ്ങൾ ക്വിക്ക് റിപ്ലൈ മോഡ്യൂൾ ഉപയോഗിക്കും. അതിനാൽ ഞാൻ ക്വിക്ക് റിപ്ലൈ ഡ്രോപ്പ് ചെയ്ത് അത് ഫ്രീ എഡ്ജിൽ നിന്ന് ഗ്രൂപ്പ് 5ലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ചോദ്യമുയർത്തി ബട്ടൺ നാമം റെട്രീ എന്ന് നൽകും. പിന്നീട് റിപ്ലൈ ബട്ടണിൽ നിന്ന് അത് ഗ്രൂപ്പിലേക്ക് തിരികെ അയക്കാം. അതുവഴി റിപ്ലൈ ചെയ്യും. എന്നാൽ യൂസർ റിപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം ഔട്ട് സംഭവിച്ചാലും അതേ സന്ദേശം അയക്കാം. ക്യാൻസൽ ചെയ്താലും ഞാൻ അതേ സന്ദേശം തന്നെയാണ് അയക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഉപയോഗത്തിൽ ഓരോ സ്റ്റെപ്സിനും വ്യത്യസ്തമായ സന്ദേശങ്ങൾ നിർവചിച്ച് കൂടുതൽ പുരോഗമിച്ച ചാറ്റ്ബോട്ട് നിർമ്മാണം തുടരാം. ഇനിയും ഒരു ഘട്ടം ബാക്കിയുണ്ട്. നിങ്ങൾ വീണ്ടും സ്ട്രിപ്പ് ലോഗിൻ ചെയ്ത് വെബ്ഹൂക്കുകളിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. സ്ട്രിപ്പിൽ വെബ്ഹൂക്ക് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ചാറ്റ്ബോട്ട് പേയ്മെന്റ് നടന്നോ ഇല്ലയോ തിരിച്ചറിയാൻ കഴിയൂ. അതിനായി അഡ് എൻഡ് പോയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം ഇവന്റുകൾ തിരഞ്ഞെടുക്കാം. ഇവിടെ പേയ്മെന്റ് ഇന്റന്റ്, ക്യാൻസൽഡ്, പേയ്മെന്റ് ഇന്റന്റ്, സക്സീഡഡ് എന്നിവ തിരഞ്ഞെടുക്കണം. ഇവന്റുകൾ ചേർക്കുക, പിന്നെ എളുപ്പത്തിൽ എൻഡ് പോയിന്റ്സ് ചേർക്കുക. അത് കഴിഞ്ഞു. ഇപ്പോൾ നാം ഈ ചാറ്റ്ബോട്ട് ടെസ്റ്റ് ചെയ്യാം. അതിനായി ഞാൻ ഈ പ്രത്യേക ചാറ്റ്ബോട്ടിന് ഒരു ഷോർട്ട് കോഡ് നൽകുന്നു. അതിനാൽ ഞാൻ ഇത് സ്വതന്ത്രമായി ട്രിഗർ ചെയ്യാം. അതിനാൽ അത് ഉദാഹരണത്തിന് സ്ട്രൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു സ്ട്രൈപ്പ് നൽകുന്നു. ഈ ചാറ്റ്ബോട്ട് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എന്റെ വാട്സ്ആപ്പ് സ്ക്രീനിൽ ഹാഷ്ടാഗ് ചെയ്യുന്നു, പിന്നെ സ്ട്രൈപ്പ് എന്ന ഷോർട്ട് സന്ദേശം അയക്കുന്നു. അത് ഒരു മനോഹരമായ ഇമേജ് ഹെഡറോട് കൂടിയ ഇന്ററാക്റ്റീവ് സന്ദേശത്തോടെ ആരംഭിച്ചു. പിന്നെ ഞാൻ ബുക്ക് ടിക്കറ്റ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് 5 ടിക്കറ്റുകൾ വേണം. ഇപ്പോൾ ഞാൻ പേയ്മെന്റ് ലിങ്ക് ഉള്ള സന്ദേശം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അതാണ് പേയ്മെന്റ് ബട്ടണോട് കൂടിയ ടെംപ്ലേറ്റ് സന്ദേശം. ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെന്റിന്റെ ആകെ തുകയും കൂടാതെ ഈ ചാറ്റ് ഓട്ടോമേറ്റഡ് പേയ്മെന്റ് സ്ഥിരീകരണത്തിന് ശേഷം തുടരും എന്നൊരു കുറിപ്പുമുണ്ട്. പേയ്മെന്റ് ചെയ്യാൻ ഒരു ബട്ടണുമുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് എന്നെ സ്ട്രൈപ്പ് ചെക്കപ്പ് പേജിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു. എനിക്ക് ടാപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് കാർഡ് ഉപയോഗിച്ച് പണമടയ്ക്കാം. പിന്നീട് ഞാൻ കാർഡ് വിവരങ്ങൾ നൽകുന്നു. അതിനുശേഷം ഞാൻ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇത് വീണ്ടും ആ ബോട്ടിലേക്ക് റീഡയറക്ട് ചെയ്യും. പിന്നെ എന്റെ വാട്സപ്പിലേക്ക് മറ്റൊരു സന്ദേശം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പേയ്മെന്റ് വിജയകരമായി നടന്നതായി തോന്നുന്നു. അതിനുശേഷം ഞാൻ സംഭാഷണത്തിലേക്ക് മടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ പേയ്മെന്റിന് നന്ദി, നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾക്ക് അയക്കും എന്ന സ്ഥിരീകരണം ഞാൻ കാണുന്നു. ഈ വീഡിയോയിൽ ഞാൻ തിരക്കുള്ള ഒരു ചാറ്റ്ബോട്ടിൽ ഈ ഫീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗൗരവമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നിലധികം സേവനങ്ങളുള്ള അഡ്വാൻസ്ഡ് സർവീസ് ബുക്കിംഗ് പോലുള്ളവ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. ആർക്കാറ്റ് ചാറ്റ്ബോട്ട് ബിൽഡർ ഉപയോഗിച്ച് ഇതുപോലൊരു ചാറ്റ്ബോട്ട് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ createarchat.com സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ചാറ്റ്ബോട്ട് സൃഷ്ടിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.